ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോണത് ഒരു ഹൂപ്പ് സ്റ്റാൻഡാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹൂപ്പ് സ്റ്റാൻഡാണ്. ഇതിനു മുമ്പും ഞാൻ ഹൂപ്പ് സ്റ്റാൻഡ് ഇതിനു മുമ്പ് ഒരു വട്ടം കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 2.5 years ബിഫോർ ഞാനൊരു ഹൂപ്പ് സ്റ്റാൻഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് മെറ്റലിൻ്റെ ഹൂപ്പ് സ്റ്റാൻഡ് ആയിരുന്നു. അപ്പം അത് ആര്യ നീഡിൽ വെച്ച് ചെയ്യാൻ എളുപ്പമാണ്, അല്ലാണ്ട് എംബ്രോയിഡറി ചെയ്യാൻ എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് മെറ്റൽ സ്റ്റാൻഡ്സ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു 18 ഇഞ്ച് അല്ലെങ്കിൽ 12 ഇഞ്ച് എത്ര ഫ്രെയിം സൈസ് ആ ഒരു ഫ്രെയിം മാത്രം ഇടാൻ പറ്റുന്ന ഒരു ഹൂപ്പ് സ്റ്റാൻഡായിരുന്നു. അത് ആമസോണിൽ നിന്ന് മേടിച്ചതായിരുന്നു ഞാൻ. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ അന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോണ വുഡൻ ഹൂപ്പ് സ്റ്റാൻഡാണ്. അത് ആ ഹൂപ്പ് സ്റ്റാൻഡും ഈ ഹൂപ്പ് സ്റ്റാൻഡും ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നമുക്കൊരു സിംഗിൾ ഫ്രെയിമായിരുന്നു വെക്കാൻ പറ്റുമായിരുന്നത്. എന്നുവെച്ചാൽ ആ ഹൂപ്പിൻ്റെ കൂടെ തന്നെ ഫ്രെയിമിൻ്റെ ഔട്ടർ കവറിങ് ആ ഒരു മെറ്റൽ പാർട്ടും കൂടി ഉണ്ട്. അതിൻ്റെ അകത്താണ് നമ്മൾ ആ സൈസിലുള്ള ഫ്രെയിം മാത്രമാണ്. അപ്പോൾ 18 ഇഞ്ചിൻ്റെ ഹൂപ്പ് സ്റ്റാൻഡാണ് മേടിക്കണമെങ്കിൽ 18 ഇഞ്ച് ഫ്രെയിം മാത്രമാണ് ആ സ്റ്റാൻഡിൽ വെക്കാൻ പറ്റുള്ളൂ. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രെയിം സൈസ് ആണെങ്കിലും വെക്കാൻ പറ്റിയ ഒരു ഹൂപ്പ് സ്റ്റാൻഡാണ്. വുഡൻ്റെ ആണ്, അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് ഇരുന്ന് തയ്ക്കണമെന്നുണ്ടെങ്കിൽ ചാരി ഇരുന്നാൽ തയ്ക്കണമെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ബെൻഡ് ചെയ്ത് വെക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ബെൻഡ് ചെയ്യാം. അഡ്ജസ്റ്റബിൾ ആണ്, ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമ്മൾ സ്റ്റൂളിലാണെങ്കിൽ ആ ഹൈറ്റിൽ, ചെയറിലാണെങ്കിൽ കുറച്ച് പൊക്കമുള്ള ചെയറിലാണെങ്കിൽ അത്, സോഫയാണെങ്കിൽ ബെഡാണെങ്കിലും ആ നമ്മളിരിക്കുന്ന ഏത് ബെഡാണെങ്കിൽ ബെഡിൻ്റെ ലെവല്, സോഫയാണെങ്കിൽ സോഫയുടെ ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന ഒരു ഹൂപ്പ് സ്റ്റാൻഡാണ്. വുഡനാണ്. നമുക്ക് അത് ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഊരി അൺഫോൾഡ് ചെയ്ത് എല്ലാം പാർട്സ് ആക്കിയിട്ടും മാറ്റി വെക്കണമെങ്കിൽ അത് പാക്ക് ചെയ്ത് വെക്കുകയും ചെയ്യും. കുഴപ്പമില്ലാത്തതാണ്. വുഡ് ആയതുകൊണ്ട് തന്നെ, ഞാൻ അന്ന് കാണിച്ച മെറ്റലായിരുന്നു, അതുകൊണ്ട് അത് വെയിറ്റ് ഹോൾഡ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. വെച്ചാൽ ഒത്തിരി ഹെവി, ഇപ്പോൾ നമ്മളൊരു ബെഡ്ഷീറ്റ് എടുക്കുവാണ് അല്ലെങ്കിൽ സാരി ഒത്തിരി വലിയ ഹെവി ആയിട്ടുള്ള സാരിയൊക്കെ വെക്കുവാണെങ്കിൽ ആ സ്റ്റാൻഡിനെ ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇത് വുഡൻ ആയതുകൊണ്ട്, വുഡൻ ബേസ് ആയതുകൊണ്ട് തന്നെ അതങ്ങനെ മറഞ്ഞു പോകും, അങ്ങനെയുള്ള ഇതൊന്നുമില്ല. എത്ര വെയിറ്റ് ആയാലും അത് സ്റ്റാൻഡ് ചെയ്തോളും. എത്ര വലിയ ഫ്രെയിം വേണമെങ്കിൽ 18 ഇഞ്ചോ 12 ഇഞ്ചോ എത്ര വലിയ ഫ്രെയിംസ് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാവുന്നതുമാണ്. അപ്പോൾ ഇത് നമ്മൾ ട്രൈ ചെയ്തേക്കുന്നതാണ്, ഞാനും യൂസ് ചെയ്യണം. പിന്നെ വീഡിയോ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. വീഡിയോ എടുക്കുന്നവർക്കും എന്നുവെച്ചാൽ അത് അനങ്ങാണ്ടിരുന്നോളും, നമ്മുടെ ക്ലാരിറ്റി കൂട്ടും. അപ്പോൾ ഞാൻ ചെയ്യുമ്പം ഞാൻ സ്റ്റാൻഡിൽ വെച്ചല്ല ചെയ്യാറ്. പക്ഷേ ഈ ഒരു സ്റ്റാൻഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കും ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം വീഡിയോ എടുക്കാൻ ബെസ്റ്റാണ്. പിന്നെ എനിക്ക് ഏറ്റവും തോന്നിയത് ഈ സ്റ്റാൻഡ് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത് ബിഗിനേഴ്സിനും അതുപോലെ തന്നെ പ്രായമായവർക്കുമാണ് ഈ സ്റ്റാൻഡ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. എന്നുവെച്ചാൽ തയ്ക്കാൻ പഠിക്കാൻ പോകുന്ന ആൾക്കാർക്ക് എപ്പോഴും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ഫ്രെയിം ഹാൻഡിൽ ചെയ്യുക. അതുപോലെ ഫ്രെയിമും അതുപോലെ തന്നെ ത്രെഡും നീഡിലും കൂടെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ആ ബിഗിനേഴ്സിന്. നമുക്ക് പിന്നെ പഠിച്ചു കഴിഞ്ഞ ഒരുമാതിരിയായ ആൾക്കാർക്ക് ഇത് ഈസി ആയിരിക്കും. ഫ്രെയിം പ്രത്യേകിച്ച് ഫ്രഞ്ച് നോട്ട്, ബൂലിയൻ നോട്ട്, കാസ്റ്റോൺ സ്റ്റിച്ച് അങ്ങനെയുള്ള സ്റ്റിച്ചിനൊക്കെ 2 കൈയുടെ ആവശ്യമുണ്ട്. 2 കൈയും ആവശ്യം വരുമ്പോൾ നൂല് വലിച്ചു പിടിക്കണം ഫ്രഞ്ച് നോട്ട് തയ്ക്കണമെങ്കിൽ. നീഡിലും കൊണ്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ട് വേണം താത്താനായിട്ട്. അപ്പോൾ ഫ്രെയിമും പിടിക്കണം, നീഡിലും പിടിക്കണം, ത്രെഡും പിടിക്കണം എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനത്തെ വർക്ക്സൊക്കെ പഠിക്കണം ബിഗിനേഴ്സിന്. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സ്റ്റാൻഡ് മേടിച്ചാൽ ഫ്രെയിം പിടിക്കേണ്ട ആവശ്യമില്ല, സുഖമായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ പ്രായമായ ആൾക്കാർ എന്ന് ഞാൻ ഉദ്ദേശിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അവരെ പറയാൻ കാരണം, ഈ ബിഗിനേഴ്സും പ്രായമായ ആൾക്കാരും എന്ന് പറയാൻ കാരണം, പ്രായമായ ആൾക്കാർക്കും ഈ ബുദ്ധിമുട്ട് ഇത് പിടിച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ ഷോൾഡർ പെയിൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ മിഡിൽ ഏജ് ഉള്ള ആൾക്കാർക്ക് വേദന എടുക്കില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവർക്കും ഉണ്ട് ബുദ്ധിമുട്ട്. എന്നാലും കമ്പാരിറ്റീവ്ലി പ്രായമായ ആൾക്കാർക്ക് ഈ പിടിച്ചിട്ട് കൈക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അതിനും ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് ഇരുന്ന് തയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ഈ സ്റ്റാൻഡ് ഇരിക്കുന്നത്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കണ്ട വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ, അതുകൊണ്ട് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആയിരിക്കും. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ഫ്രെയിമിൻ്റെ സാധനങ്ങളൊക്കെ. കുറേ തടികളും കുറേ സ്ക്രൂകളും നിങ്ങൾക്ക് കാണാമായിരിക്കും. ഒരു സ്പാനറുണ്ട്, അതുപോലെ തന്നെ ഒരു എൽ ഷേപ്പ് ഒരു കമ്പി കാണാം. അത് എല്ലങ്കി എന്ന് പറയും.
ആ ആ ആ ഒരു സാധനമുണ്ട്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ വീട്ടിൽ സ്ക്രൂ ഡ്രൈവർ ഉണ്ടാവുമല്ലോ. ഇത്രയും കാര്യങ്ങൾ മതി നമുക്കിത് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഇനി ഫിക്സ് ചെയ്യണ്ടേ എന്നുള്ളത് നമുക്ക് കാണാം. ആദ്യം തന്നെ നമുക്ക് ഇതുപോലത്തെ ഇത് കണ്ടോ, ഇതിനൊരു സ്ലോട്ട് ഉണ്ട്. ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം. അത് ഫിക്സ് ചെയ്യാൻ നേരത്തെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ക്രൂ ഡ്രൈവേഴ്സും അതുപോലെ തന്നെ സ്ക്രൂവും ഒക്കെയാണ്. ഇതൊക്കെ ഇത് ഇവിടെയാണ് നമ്മുടെ ഫോട്ടോ ഇത് വെക്കുന്നത്. നമ്മുടെ ഫ്രെയിം വെക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് ഈ തടിയുടെ പീസ്. ഇതെല്ലാം തനി വുഡാണ്, പ്ലൈവുഡ് അല്ല. ഇത് നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്റ്റാൻഡാണ്. ഇത് രണ്ടും ഇത് നമ്മുടെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ട ഒരു സാധനമാണ് ഇത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതാണ് നമ്മുടെ ബേസ്. ഇത് പ്ലൈവുഡാണ്, പ്ലൈവുഡ് ബേസാണ് കേട്ടോ ഇതിന്. അപ്പം ഇതിൻ്റെ അകത്താണ് നമ്മൾ സ്റ്റാൻഡ് ഫിക്സ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് ഇതുപോലത്തെ 2 വുഡൻ പീസസ് ഉണ്ടാകും. ഇതുപോലത്തെ 2 ഉണ്ട് വുഡൻ പീസസ്. ഈ 2 വുഡും നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യേണ്ടതാണ്. ഇതുപോലെ ഇതിൻ്റെ താഴം നമുക്ക് കാണിച്ചു തരാം. ഒരു സ്ലോട്ട് കണ്ടോ, വെട്ടുണ്ട്. ഈ ഒരു വെട്ടിൻ്റെ പൊസിഷനിലാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യണത്. ഇവിടെ ഇൻസേർട്ട് ചെയ്യണം. അതിൻ്റെ മാച്ച് ചെയ്യണത് നോക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കുക. എന്നിട്ട് താഴത്തേക്കൂടെ സ്ക്രൂ നമ്മൾ ഇടുകയാണ്. ഇത് താഴത്തേക്കൂടെ ഇവിടെ സ്ക്രൂ കയറ്റാനായിട്ടുള്ളൊരു ഹോള് നമുക്ക് കാണാം. ആ പോയിന്റിൽ ഈ 2 വുഡും വെച്ചിട്ട് സ്ക്രൂ ഇടുകയാണ്. അത് സാധാ സ്ക്രൂ ആണ്. ഇതുപോലത്തെ സ്ക്രൂ നമ്മൾ ഇടുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്ക്രൂ ഇട്ട് ഈ 2 വുഡൻ പീസും ഫിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം ഈ ഒരു വുഡ് എടുത്തു, അതിൻ്റെ സ്ലോട്ടിൽ നമ്മൾ വെക്കാൻ ശ്രമിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അടിയിൽ കൂടെയുള്ള സ്ക്രൂ ഇടാം. അപ്പോൾ ആദ്യം ഇതിങ്ങനെ നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്തു. ഈ ഒരു സ്ലോട്ട് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇത് കയറ്റി വെച്ചു. ഇതുപോലെ വെച്ചു. ഇനി അതിൻ്റെ പുറകിൽ കൂടെ നമ്മൾ സ്ക്രൂ ഇടണം. അപ്പോൾ 2 വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ സ്ക്രൂ ഇതുപോലെ ഇതിലേക്കൂടെ കയറ്റണം. മറ്റേത് ഞാൻ വെച്ചത് ശരിയായിട്ടില്ല. അപ്പോൾ നമുക്ക് ശരിയാക്കി വയ്ക്കാം. ഇനി നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിൽ സ്ക്രൂ ഡ്രൈവർ ഉണ്ടാകും, അല്ലെങ്കിൽ ടെസ്റ്റർ ഉണ്ടാകും. ഏതാ അവൈലബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിത് സ്ക്രൂ ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സ്ക്രൂ ഡ്രൈവർ അല്ല, ടെസ്റ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റർ വെച്ചിട്ട് നമുക്ക് കയറ്റി കൊടുക്കാം. ഏതായാലും കുഴപ്പമില്ല. ഇതൊരാൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ലയെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ടൈറ്റൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ മറ്റേ സൈഡത്തെയും ഇതുപോലെ തന്നെ ഫിക്സ് ചെയ്യുക. 2 ഇതും നല്ലോണം ടൈറ്റൻ ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് ബേസാണ്. നമ്മൾ നല്ല ടൈറ്റ് ചെയ്ത് തന്നെ വെക്കുക, ആടരുത്. ഇതിപ്പോൾ അതുപോലെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഫിക്സ്ഡാണ്. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ ഇതും നമ്മൾ ഇതുപോലെ തന്നെ ഫിക്സ് ചെയ്യുക. ഇപ്പം നമ്മൾ 2 കാലും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു ഹോള് കാണുന്നുണ്ട്. ഇത് 2ൻ്റെയും സൈഡിൽ ഇതുവരെ ഒരു ഹോളുണ്ട്. അവിടെ നമ്മൾ ഈ ഒരു പോർഷനാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം. അപ്പോൾ നമ്മുടെ ഹൈറ്റ് എന്തോരം വേണം എന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു ഹോളുണ്ട്. അത് മേളിലോട്ടാക്കിയിട്ട് ഇത് താഴത്തോട്ട് പോർഷനിൽ ഇങ്ങനെ ഇറക്കണം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കയറ്റുവാണ്. ഇതാണ് നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണത്. ഇതിപ്പം ഈ സ്ലോട്ടിൽ നമ്മൾ ഈ വിടവിൽ കൂടെയാണ് നമ്മൾ ആണി കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹൈറ്റ് മതി എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പം ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇത്രയും ഹൈറ്റാണ് ഇതിന് കിട്ടുന്നത്. ഈ ഒരു ഹൈറ്റ് മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുക. അതല്ല ഹൈറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനം താഴത്തോട്ട് ഇങ്ങനെ ഇറക്കിയാൽ മതി. ഹൈറ്റ് കുറച്ച് കിട്ടും. ഒട്ടും ഹൈറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി. ഈ ഒരു ഹൈറ്റിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ഹൈറ്റിന് എന്തോരമാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഞാൻ ഒരു മിനിമം ചെയറിലിരുന്ന് തയ്ക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ തയ്ക്കുന്നത്, സ്റ്റാൻഡ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് തന്നെ വേണം. താഴെ ഈ സ്റ്റാൻഡ് വെച്ചാൽ നമ്മൾ ചെയറിലിരിക്കുമ്പോൾ നമുക്ക് തയ്ക്കാൻ പറ്റണം. ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കുറച്ചും കൂടെ നമുക്ക് കൂട്ടാം. ഇപ്പോൾ ഈ ഒരു ഹൈറ്റിൽ വെക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത്
നമ്മുടെ കയ്യിൽ 2 വലിയ നീഡിലുണ്ട്, നീഡിലല്ല സോറി, 2 വലിയ സ്ക്രൂ ഉണ്ട്. അതിലത്തെ ഏറ്റവും വലിയ സ്ക്രൂ ആണ് എടുക്കുന്നത്. ഒരെണ്ണം വിങ് നട്ട് ഉള്ളതാണ്. വിങ് നട്ട് ഉള്ളത് ഏറ്റവും മേളിൽ ഫിക്സ് ചെയ്യാനുള്ളതാണ്, ഒരെണ്ണം സാധാ ബോൾട്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഊരിയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. ഏറ്റവും വലുതിൽ വിങ് നട്ട് അല്ലാത്ത ഉള്ള സ്ക്രൂ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഊരിയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റുകയാണ്. നമ്മുടെ സ്ക്രൂവിൻ്റെ ഇവിടെ നമ്മുടെ വാഷർ ഇട്ടിട്ട് വേണം കയറ്റാനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റുക. ഈ വിടവിൽ കൂടെ നീഡിൽ എപ്പോഴും നീഡിലെന്നാണ് വരുന്നുള്ളൂ. സ്ക്രൂ കയറിയിട്ട് വേണം അപ്പുറം പോകാനായിട്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കയറുന്നത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ളവരെ ഫീൽ ചെയ്യും. അപ്പുറത്തെ ഹോളിലും അപ്പുറത്തും ഇതുവരെ തന്നെ ഒരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ ഇത് പുറത്ത് വരണം. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരണം. അപ്പോൾ അത് വരണമെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരിക്കാം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി വരണമല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, കൈകൊണ്ട് ചെയ്തിട്ട് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാം. ഇത് വെച്ചിട്ട് നട്ടിൻ്റെ അവിടെ ഞാൻ സ്ക്രൂവിൻ്റെ അവിടെ ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ കയറും. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് അപ്പുറത്തേക്കൂടെ വന്നോളും കേട്ടോ. ഇത് അപ്പുറത്തെ ഹോളിൽ കൂടെ നമ്മുടെ സ്ക്രൂ വന്നിട്ടുണ്ട്. ഇനി ഇവിടെയും വാഷ് ഇട്ടിട്ട് നമുക്ക് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാം കേട്ടോ. നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലോണം ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത്. അധികം ഹൈറ്റ് ഞാൻ വെച്ചിട്ടില്ല, കുറച്ച് ഹൈറ്റേ വെച്ചിട്ടുള്ളൂ. ഈ ഒരു ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇനി ഇവിടെയാണ് നമ്മൾ വെക്കുന്നത്. അടുത്തത് വെക്കുന്നത് ഇത് അഡ്ജസ്റ്റബിൾ ചെയ്യാനായിട്ടാണ്. നമ്മളത് ഈ ഒരു സാധനം ഇങ്ങനെയാണ് അതിൻ്റെ ഇതിരിക്കുന്നത്. ഇവിടെ ഇത് താഴത്തോട്ടാക്കിയിട്ട് ഇങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്. ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യത്തെ ഇതൊക്കെ ഇത്തിരി ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ അതിപ്പോൾ പുതിയ സാധനമായതുകൊണ്ട് ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ. അവിടെ നമ്മൾ ഒരു നട്ടും ബോൾട്ടും നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്ക്രൂ ആണ് കേട്ടോ. ഈ സ്ക്രൂ ഇതിനകത്തും ഈ വാഷർ ഇടാൻ മറന്നു പോകരുത്. ഇത് ഇട്ടിട്ട് ഇത് ഊരിയെടുത്തിട്ട് ഇവിടെ കയറ്റുക. ഇതിൻ്റെ അകത്ത് ഏറ്റവും കുഞ്ഞ് സ്ക്രൂ ആണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതും ഇതുവരെ തന്നെ നേരത്തെ കാണിച്ചവരെ മറ്റേ എൽ ഷേപ്പിലുള്ള ഇതെടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ കയറ്റാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ടേൺ ചെയ്ത് ഇതിൻ്റെ ഇപ്പുറത്തെ ഹോളിൽ കൂടെ കയറ്റുക. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രൂവും കയറ്റിയിട്ടുണ്ട്. വീണ്ടും വാഷും ബോൾട്ടും നമുക്കെടുത്ത് ടൈറ്റൻ ചെയ്യാം. ഇത് വേണമെങ്കിൽ കുറച്ച് ഇതാണ് നമുക്ക് ബെൻഡ് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡിലും പോകുന്നതാണ്. അപ്പോൾ നമുക്ക് കെട്ടിടാൻ നേരത്തെ അങ്ങോട്ടും അതുപോലെ തന്നെ ഇങ്ങോട്ടും 2 രീതിയിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ചെയ്യാം. ഇത് ഇതുപോലെ ഇത്ര ആക്കാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലോട്ടും നമുക്ക് ആക്കാവുന്നതാണ് സ്ട്രെയിറ്റ് ആക്കിയിട്ട്. അപ്പോൾ ഇനി ഈ ഒരു സ്ക്രൂ നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെ ഒരു ഹോള്, അവിടെയാണ് നമ്മളിനി ഫിക്സ് ചെയ്യാൻ പോണത്. ഇപ്പോൾ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് ഇങ്ങനെ താത്താം, അതുപോലെ തന്നെ പുറകോട്ടും ഇതുപോലെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെക്കാമെന്ന് പറഞ്ഞു. ഇനി ഇവിടെയാണ് നമ്മൾ ഈ ഒരു ബേസ്, ഇത് നമ്മുടെ ഫ്രെയിം വെക്കാനായിട്ടുള്ള ഒരു ഇതാണ്. അതിൻ്റെയും ഇവിടെയും ഉണ്ട് ഹോള്, അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് ഹോള്. അപ്പം ഇത് ഇവിടെ വെക്കുക. ഏറ്റവും വലിയ സ്ക്രൂ എടുക്കുക വിത്ത് വിങ് നട്ടുള്ളത്. ഏറ്റവും 2 വലിയ സ്ക്രൂ ആണ് നമുക്കുള്ളത്. ഒരെണ്ണം നമ്മൾ ഏറ്റവും ബേസിൽ താഴെ വെച്ചിട്ടുണ്ട്. 3 സ്റ്റിക്സും കൂടെ 3 വുഡൻ പീസും കൂടെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ബോൾട്ടാണ് ഉള്ളത്, വിങ് നട്ടല്ല ഉള്ളത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വിങ് നട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഊരിയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ വിങ് നട്ട് എന്തിനാണെന്ന് വെച്ചാൽ എളുപ്പം നമുക്ക് ഊരിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫ്രെയിമൊക്കെ ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ എളുപ്പം ഊരിയെടുക്കാൻ പറ്റും ഈ വിങ് നട്ടുള്ളതെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ പ്ലെയറൊക്കെ എടുത്തുകൊണ്ട് വന്നാൽ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ വിങ് നട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഊരിയെടുത്തിട്ട് ഇത് ഇങ്ങനെ ഫിക്സ് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് ഈ ഹോളിൽ കൂടെ ഈ ഹോളിൽ കൂടെയും പാസ് ചെയ്ത് പുറത്ത് വന്നു. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് കയറ്റേണ്ടത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വിങ് നട്ട് ഇതുപോലെ തന്നെ വാഷർ ഇട്ടിട്ട് വിങ് നട്ട് ഇടുക. ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട. ഇത് ഡിസ്മാൻറ്റിൽ ചെയ്യാനോ അതുപോലെ തന്നെ ഇതിങ്ങനെ ഫിക്സ് ചെയ്യണമെങ്കിലും ആരുടെയും ഹെൽപ്പ് വേണ്ട. നമുക്ക് തന്നെ ചെയ്യാവുന്നത്ര സിമ്പിളായിട്ടുള്ള
എന്താ ഫിറ്റിങ്സ് ആണ്. അപ്പോൾ ഇത് നമുക്കത് ഇത് വേണമെങ്കിൽ കുറച്ചും കൂടെ മുറുക്കി വെക്കാം, നല്ല ടൈറ്റൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ഇനി അനങ്ങത്തില്ല. ഇനി ഇതിൻ്റെ മേളിൽ നമ്മൾ അടുത്ത പീസ് ഇതുപോലെ തന്നെ ഒരു പീസ് വേണ്ട മേളിൽ ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലായിരിക്കും നമ്മൾ ഫ്രെയിം വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറ്റി വയ്ക്കുക. അപ്പോൾ അതിന് രണ്ടിനും സെയിം സൈസിലുള്ള സ്ക്രൂ ഉണ്ട്. ഇങ്ങനത്തെ 2 സ്ക്രൂ ഉണ്ട്. 2 സൈഡിലും നമ്മൾ ചെയ്യാം. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യാം. നല്ലോണം ടൈറ്റൻ ചെയ്യണം. മേലിൽ നമ്മൾ ഗ്യാപ്പ് ഇത് ചെയ്യണത് ഈ വിങ് നട്ട് വെച്ചിട്ട് ലൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്യാപ്പ് എടുത്തിട്ടാണ് ഫ്രെയിം കയറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ ടൈറ്റൻ ചെയ്യണം. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഡിസ്മാൻഡിൽ ചെയ്ത് ഊരി എവിടെയെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എണ്ണും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഊരി വെക്കാനും നമുക്ക് എളുപ്പമാണ്. അപ്പം വിങ് നട്ട് മേളിലാണ് വരേണ്ടത്. എന്നാലാണോ നമുക്ക് ഊരിയിട്ട് ഫ്രെയിം പൊക്കിയിട്ട് ഫ്രെയിം വെക്കാൻ പറ്റുള്ളൂ. അത് താഴെ കൊണ്ടുവന്ന് വെക്കരുത്. ഇങ്ങനെ ഫിക്സ് ചെയ്യരുത്, ഇങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. താഴെ ആയിരിക്കണം സ്ക്രൂവിൻ്റെ ഈ ഒരു പോർഷൻ വരേണ്ടത്. അപ്പോൾ താഴെയും ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ ഇങ്ങനെ കയറ്റുക. ഇത് കയറ്റാൻ വുഡ് ആയതുകൊണ്ട് കയറ്റാൻ ഇങ്ങനെ ആദ്യമായിട്ട് കയറ്റുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ യൂസ് ചെയ്ത് നമുക്ക് കയറ്റാവുന്നതാണ്. അപ്പോൾ ഇതുവരെ കയറ്റി മറ്റേ സ്ക്രൂ ഇതുവരെ തന്നെ കയറ്റുക. രണ്ടിൻ്റെയും ഇടുവാണ് നമ്മൾ. ആദ്യം വാഷർ ഇടുന്നു, അത് കഴിഞ്ഞിട്ട് വിങ് നട്ട് ഇടുന്നു. ഇത് ഞാൻ ഫുള്ളും ടൈറ്റൻ ചെയ്തിട്ടില്ല ഇപ്പോൾ വിങ് നട്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഫ്രെയിം ഇടേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രെയിം ഇടാൻ നേരത്തെ ഇത് ലൂസൻ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളും കയറ്റാത്തത്. ഇപ്പോൾ ഞാൻ ഇത് രണ്ടും ഫുള്ളും കയറ്റിയിട്ടില്ല. ഇനി ഫ്രെയിം ഇടണം എന്താണെന്ന് വെച്ചാൽ ഈ വുഡൻ പീസ് നമ്മൾ മേളിലോട്ട് പൊക്കുവാണ്. അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടും. ഇപ്പോൾ എൻ്റെ വിരൽ കയറിയിരിക്കുന്നത് ആ ഗ്യാപ്പിലാണ്. കണ്ടോ? ഈ ഒരു ഗ്യാപ്പിൽ വേണം ഫ്രെയിം കയറ്റാൻ. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഫ്രെയിം കയറില്ല. കുറച്ചും കൂടെ കട്ടിയുണ്ട് വുഡൻ ഫ്രെയിമും. പ്ലാസ്റ്റിക് ആയാലും കുറച്ചും കൂടെ കിടപ്പോൾ കുറച്ചും കൂടെ വിങ് നട്ട് വെച്ചിട്ട് കൂട്ടി ഇപ്പം എൻ്റെ കൈ സുഖമായിട്ട് കയറും. ഈ ഒരു ഗ്യാപ്പിലോട്ടാണ് നമ്മൾ ഫ്രെയിം കയറ്റി വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. ഇനി അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്. മേളിൽ വിങ് നട്ടുണ്ട്, സൈഡിലും ഉണ്ട്. നമുക്കിതിങ്ങനെ ഇരിക്കും. ഈ ഹൈറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫ്രെയിം വെക്കേണ്ടത്. ഇപ്പോൾ വുഡൻ പാർട്ട് മേളിലോട്ട് ഇതുവരെ ആക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഗ്യാപ്പ്. ഈ ഗ്യാപ്പിലോട്ടാണ് നമ്മൾ ഫ്രെയിം കയറ്റി വെക്കുന്നത്. കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് വീണ്ടും ടൈറ്റൻ ചെയ്ത് വെക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രെയിം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 12 ഇഞ്ചിൻ്റെ ഫ്രെയിമാണ്. അപ്പോൾ ഇതിപ്പോൾ ഇതുവരെ 12 ഇഞ്ച് ഫ്രെയിമാണ്. വലിയ ഫ്രെയിമാണ്. ഓൾറെഡി സ്റ്റിച്ച്ഡാണ്. സ്റ്റിച്ച് ചെയ്യാത്തതല്ല, ഓൾറെഡി സ്റ്റിച്ച്ഡ് ചുരിദാറിൻ്റെ മേലിലാണ് ഞാൻ ഈ ഫ്രെയിം ഇട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കയറ്റി വയ്ക്കുക. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിപ്പം ഇത്രയാണ് കയറുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. 2 സൈഡും ഇതുപോലെ തന്നെ ബോൾട്ട് വിങ് നട്ട് വെച്ചിട്ട് തിരിക്കാൻ എളുപ്പമാണ്. നമുക്ക് നല്ലോണം 2 സൈഡും ടൈറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഫ്രെയിം ഊരിപ്പോരത്തില്ല. എത്ര വലിയ ഫ്രെയിം ആണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഫിക്സ് ആയിട്ടുണ്ട്. ആടിപ്പോകത്തില്ല. ഇത് കിടന്ന് ഊരിപ്പോരുമൊന്നുമില്ല, അവിടെ തന്നെ ഇരുന്നോളും. ഇനി നമുക്ക് സുഖമായിട്ട് എവിടെ ചെയറിലിരിക്കണമെങ്കിൽ ചെയറിലിരുന്ന് സ്റ്റിച്ച് ചെയ്യാം. ബെഡിലാണെങ്കിൽ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇത് ഇത്രയും വെയിറ്റ് ഉണ്ടെങ്കിലും ഇത് മറിഞ്ഞു പോകത്തില്ല. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബേസ് വുഡ് ആയതുകൊണ്ട് മറിഞ്ഞു പോകത്തില്ല. നമ്മുടെ ഹൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് കൂട്ടാം. അതല്ല ഇനിയിപ്പോൾ ഇച്ചിരി ടേൺ ചെയ്യണം, ഇതിത്തിരി ഒന്ന് മുന്നോട്ടാക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പുറകോട്ടാക്കണമെങ്കിൽ പുറകോട്ടും ആക്കാം. ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറകിൽ കെട്ടിടാനും പറ്റും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും
ഇതുപോലെ തന്നെ മുന്നോട്ടും പുറകോട്ടും ഇതുപോലെയൊക്കെ പോകും. ഇതിങ്ങനെ മുന്നോട്ട് ബെൻഡ് ചെയ്യാം. ഇത് കണ്ടോ, ബെൻഡ് ചെയ്ത് വന്നേക്കുന്നത്. ഇനി ഇത് സ്ട്രെയിറ്റ് ആക്കണമെങ്കിൽ സ്ട്രെയിറ്റ് ആക്കാം. ഇതുപോലെ സ്ട്രെയിറ്റ് ആക്കി വെക്കണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാം. അങ്ങനെ പല രീതിയിലും നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ കെട്ടിടണമെങ്കിൽ ഇങ്ങനെ തിരിച്ച് കെട്ടിടാം, എന്നിട്ട് ഇങ്ങനെ വെച്ചാൽ മതി, എന്നിട്ട് തയ്ക്കുക. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മുടെ ഹൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ പൊക്കം ഇനിയും കൂട്ടണമെങ്കിൽ ഇനിയും കൂട്ടുകയും ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് കണ്ടല്ലോ, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കണ്ടു. അത് അങ്ങോട്ടും തിരിക്കാം ഇങ്ങോട്ടും. ഇപ്പോൾ കെട്ടിടണമെങ്കിൽ നമുക്ക് ഫ്രെയിം തിരിച്ചു വെക്കണമെങ്കിൽ അത് അങ്ങോട്ടേക്ക് തിരിക്കാം. അതുപോലെ തന്നെ നേരെ ആക്കിയിട്ട് തയ്ക്കുകയും ചെയ്യാം. ഏത് ലെവൽ വേണമെങ്കിലും ആക്കാം, എത്ര വലിയ ഫ്രെയിം വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ സ്റ്റാൻഡ് വേണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ബൈ.